നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം ശ്രീമൻ നാരായണീയമാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദരാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നൈമിത്തിക പ്രളയവും നാഭി കമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ഉത്ഭവവും എന്ന 8ാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാഖിലാദൗ. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാഖിലാദൗ. ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖിലജീവധാംനാ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയ ഇതി ആദിശത കില ആദൗ. ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്ര അഖില ജീവധാംന. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അത്ര ആദൗ പരിസുപ്തശക്തിവ്രജേന അഖില ജീവധാംന ത്വയാ പ്രളയാവസാനേ മാം പ്രബോധയ ഇതി കാലാഖ്യശക്തിം ആദിശത പ്രസുപ്തം കില. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. പ്രളയാരംഭത്തിലെ എല്ലാ ശക്തികൾക്ക് അഭയസ്ഥാനവും സമസ്ത ജീവജാലങ്ങൾക്ക് സങ്കേതവുമായ അങ്ങ് കാലനെന്ന് പേരായ ശക്തിയോട് പ്രളയാവസാനത്തിൽ തന്നെ ഉണർത്തണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് അനന്തൻ്റെ മുകളിൽ ശയിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു.